പെണ്ണിനെ കൊണ്ട് തരാമെന്ന് പറഞ്ഞ് കാശ് മേടിച്ചോണ്ട് പോയിട്ട് ഒടുവിൽ പെണ്ണുമില്ല കാശുമില്ല. അല്ലടാ ബാസ്റ്റേഡ്. അയ്യോ, നീ എന്താ വിചാരിച്ചേ? എന്തെങ്കിലും എന്റെ മുമ്പിൽ ഒന്ന് ചാടത്തില്ലെന്ന്? ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച 2000 രൂപയായി എണ്ണിത്തരാതെ നിന്നെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. യു ആർ ടോട്ടലി മിസ്റ്റേക്കൻ. പ്ലീസ് ലിസൺ ടു മീ. അഭ്യാസം ഇറക്കാതെ വെയ്യടാ പട്ടി കാശ്. മാന്യത വിചാരിച്ച് ഞാൻ നിന്നെ കണ്ടിട്ട് കാണാത്ത പോലെ പൊയ്ക്കോളൂ എന്ന് കരുതി. എനിക്ക് അതിൽ കുറച്ചുള്ള മാന്യത മതി. എടാ, സ്ട്രീറ്റിൽ നിന്ന് വന്നവനാ ഞാനും. ശരിക്ക് കഷ്ടപ്പെട്ടിട്ടാ കാശുണ്ടാക്കുന്നത്. കാണാൻ കൊള്ളാവുന്ന ഒരു ചരക്കിനെ കാണിച്ചു തന്നിട്ട് 2000 രൂപ കൊടുത്താൽ അവളെ ബുക്ക് ചെയ്തുകൊണ്ട് തരാമെന്നും പറഞ്ഞ് എന്നെ പറ്റിച്ച് കാശും കൊണ്ട് മുങ്ങിയ കള്ളം. 2000 ഉലുവ പോയത് മിച്ചം. ഇന്ന് വരെ പെണ്ണിനെയും കണ്ടിട്ടില്ല, ഇവനെയും കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും പറ്റിച്ചായിരിക്കും, പക്ഷെ അത് ഞാനല്ല. സി, എന്റെ അഡ്രസ് കാർഡ്. ഐ എം വിശ്വനാഥൻ. ഇവിടെ ഫീനിക്സ് എക്സ്പോർട്സിലെ പ്രൊഫഷണൽ ഓഫീസറാണ് ഞാൻ. നിങ്ങൾ ഈ കാർഡ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കണം ബിഫോർ ജമ്പിങ് ഇൻ കൺക്ലൂഷൻസ്. വേണമെങ്കിൽ ഫോൺ ചെയ്ത് ചോദിച്ചോളൂ. മൈ ഓഫീസ് നമ്പർ ഈസ് ദേർ. യു കാൻ ടോക്ക് ടു മൈ ഓഫീസർ. ഹി വിൽ കൺഫർം മൈ സ്റ്റേറ്റ്മെന്റ്സ്. വാട്ട് ഈസ് ദിസ്? വണ്ടി കയറ്. അയ്യോടാ വണ്ടിയിൽ. ഫോൺ ചെയ്യണ്ട, ഞാൻ വരാൻ നിന്റെ കൂടെ. സർ, ഇവിടുന്ന് റൈറ്റ്. അറിയാം, പറഞ്ഞുതരണ്ട. See, this is my office. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ആള് കയറ്റിന്ന്. ഇൻഫാക്ട് ഞാൻ മതി മതി, നീ ആഫീസിൽ കയറ്, ഞാൻ നോക്കട്ടെ. സാറിനെ വിളിക്കുന്നു, അങ്ങോട്ട് ചെല്ലാം. ഇന്ന് വൈകിട്ട് ഓഫീസ് സർവീസ് കഴിഞ്ഞ് സേ ബൈ 6:37 മിസ്റ്റർ വിശ്വനാഥൻ എന്നെ ഒന്ന് കാണണം. സർ. ഹോട്ടൽ 5-നെ അറിയാം സർ. അവിടെ വന്നാൽ മതി. ഐ വിൽ ബി ദെയർ. സർ. വൈകിക്കരുത്, 7 മണിക്ക് മുമ്പ് എത്തിക്കണം. സർ.
യെസ്. ഭയങ്കര പങ്ക്ച്വലാണല്ലോ. ഇരിക്ക. താനൊരു ഡ്രിങ്ക് കഴിക്കുന്നോ? വേണ്ട സർ, താങ്ക്സ്. അതെന്താ? ഒന്നുമില്ല സർ, വേണ്ട, ഞാൻ കഴിക്കാറില്ല. ഓഹോ. ഈ ഹോട്ടലിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഇല്ല സർ, ഇത് ഫസ്റ്റ് ടൈമാ. ഷുവറാണോ? ഓർത്തു നോക്കി. സർ, ഞാന് ഭയങ്കര ഈശ്വര വിശ്വാസിയാ. അത് ഈ 2-2.5 മാസം കൊണ്ട് മനസ്സിലായി കാണുമല്ലോ. അറിയാം സർ. എന്റെ ഭക്തി ഷോ അല്ല, ഉള്ളി തട്ടിയതാ. അതുകൊണ്ട് അബദ്ധങ്ങളിൽ ചാടാൻ തുടങ്ങിയാലും എനിക്ക് അബദ്ധങ്ങൾ അങ്ങനെ പറ്റാറില്ല. ലാസ്റ്റ് മിനിറ്റില് എങ്ങനെങ്കിലും ഞാൻ അതിന് തട്ടി മാറും. തന്നെ അടുത്ത മാസം പെർമനന്റ് ആക്കി തൂത്തുക്കുടിയിൽ ഓപ്പൺ ചെയ്യുന്ന പുതിയ ബ്രാഞ്ചിന്റെ ചാർജ് ഏൽപ്പിക്കാം എന്ന് ഞാൻ വിചാരിച്ചിരുന്ന. എനിക്കത് പറ്റിപ്പോയനെ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഈശ്വര വിശ്വാസം. അല്ല സർ, ഒരു പക്ഷേ 1 മാസം കഴിഞ്ഞാണ് കുര്യച്ചൻ നിന്നെ കാണുന്നതെങ്കിൽ നീ ഒരിക്കലും എക്സ്പോസ്ഡ് ആവുകയില്ലായിരുന്നു. നമ്മൾ തമ്മിൽ അന്ന് കണ്ടില്ലല്ലോ. സാർ, ഞാൻ ജീന ജോസഫിന് കൊടുക്കാനെന്നും പറഞ്ഞ് കുര്യച്ചന്റെ നീ വാങ്ങിച്ച 2000 രൂപയില് 1000 ഇട്ടത് ഞാനാ. അത് നീ അറിഞ്ഞില്ല അല്ലേടാ ബാസ്റ്റേർഡ്. നീ വിടല്ലവനെ. അങ്ങനെ പോയാലോ? ഇങ്ങോട്ട് മിണ്ടരുത്. വിടന്ന മതി രമ്പി, മതി. ആ ചത്താ പിന്നെ നമ്മൾ ഉത്തരം പറയണം. ആഹാ. പൊയ്ക്കോട്ടെ എരപ്പാളി. അവന്റെ കാശ് കിട്ടാനല്ലേ നിനക്ക് ഇത് തന്നത്. ഇത്രയും നാൾ നല്ല പിള്ള കളിച്ച് എന്നെ എന്റെ ബിസിനസിനെ ചീറ്റ് ചെയ്തേനാ. മേലാലി അഭ്യാസം വേറെ ഒരിടത്ത് നീ ഇറക്കരുത്. സാർ, ഞാനല്ല നിങ്ങളെ ചീറ്റ് ചെയ്ത്. എന്നെ പോലെ ഇരിക്കുന്ന വേറെ സിറ്റിയിലുണ്ട്. വൺ ഹു ലുക്സ് എക്സാക്ട്ലി ലൈക്ക് മീ. അവനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈസ് എ വാണ്ടഡ് ക്രിമിനൽ. പിന്നെ വടിയാക്കാൻ നോക്കുന്നു. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട് ഫ്രം ദിസ് റൂം. ഓൾറൈറ്റ് ബാസ്റ്റേർഡ്. ഓടിറങ്ങി. എടാ പിമ്പ് റാസ്കൽ, നാളെ മുതൽ നിന്നെ എന്റെ ഓഫീസിൽ കണ്ടുപോരുത്. ഓഫീസിലെന്നല്ല, അറിയാതെ പോലും എവിടെങ്കിലും വെച്ച് എന്റെ മുമ്പിൽ ഒന്ന് ചാടിപ്പോയാൽ ദാറ്റ് വിൽ ബി യുവർ ഫ്യൂണറൽ. എന്താ ആശാനെ, കോടുവല്ലാണോ? പോടാ. ഞാൻ നിന്റെ എം ഡിയുമായിട്ട് ഫോണിൽ നേരിട്ടും സംസാരിച്ചു. എന്ത് ചെയ്യാനാ, എത്ര പറഞ്ഞിട്ടും അയാൾക്ക് പൂർണ്ണമായിട്ടും കൺവിൻസ്ഡ് ആവുന്നില്ല. അഥവാ സംഭവം നമ്മൾ പറയുന്ന ആ നേരം നാണേ തന്നെ ഇനിയിപ്പം നിന്നെ ഫേസ് ചെയ്യുന്ന പ്രശ്നമില്ലെന്ന് അയാൾ പറയുന്നു. പുള്ളിയുടെ മറ്റേ മുഖം വിശ്വത്തിന്റെ അടുത്ത് എക്സ്പോസ്ഡ് ആയി പോയല്ലോ, അതിന്റെ ചമ്മലായിരിക്കും. ഇനിയും പ്രസ് ചെയ്യണോ? വേണേൽ ഇനി അതൊരു വിരട്ട് മുറയിലായിരിക്കണം. വേണ്ട, ഇനിയത് ശരിയാവുകയില്ല. ചേട്ടാ, ഇവൻ കാരണം നിനക്ക് ജീവിക്കാൻ പറ്റാണ്ടായിരിക്കുകയാണല്ലോ. അതെ ജോർജെ, ഞാൻ ഏതായാലും ഇപ്പോൾ നാട്ടിലേക്ക് പോകുന്നില്ല. പോയിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാ അവനും ഞാനും തമ്മിൽ ഫേസ് ടു ഫേസ് കാണുന്നത് വരെ ഞാനിനി വേറൊന്നിനെ ശ്രമിച്ചിട്ട് കാര്യമില്ല. എല്ലാ ക്രോസ് റോഡിലും അവൻ വന്ന് നിൽക്കുക. നേരിട്ട് കണ്ട് കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചില്ലെങ്കിൽ അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. പക്ഷേ അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എളുപ്പമാവണ്ട, എനിക്ക് വേറെന്താ ജോലി? ഞാനൊരു കൊച്ചു മുറിയിലേക്ക് മാറാൻ പോവാ. 100-150 രൂപ മാസവാടയുള്ള മുറി. ഒരു 1-1.5 മാസമൊക്കെ പിടിച്ചു നിൽക്കാനുള്ള പൈസ കയ്യിലുണ്ട്. ഈ മാസം ഇത്രയും ദിവസം വർക്ക് ചെയ്തതിന്റെ സാലറി അയാൾ തരും. അത് ആംബ്ലിയുടെ കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയും വല്ലാതെ മുട്ടുവരികയാണെങ്കിൽ നിന്നെ തന്നെ വന്ന് പിടിക്കും. സാരമില്ല. അമ്പിളി എന്ത് പറയുന്നു?
എന്തു പറയാനാ, MD അവളെ വിളിച്ച് കുറെ അഡ്വൈസ് ചെയ്തു. എങ്ങനെ? വിഷു അവളെ കിട്ടിയാൽ കച്ചവടം അടിക്കുന്നോ? എന്ന് പറഞ്ഞു കാണില്ല, എന്നാലും ഈ അഫയർ ഉറപ്പാന്ന് പറഞ്ഞു. ഒരു പെറ്റേണൽ വാണി. ഏതായാലും അവൾക്ക് പേടിയൊന്നുമില്ലല്ലോ. ഇല്ല എന്ന് നമുക്ക് വിചാരിക്കാം. ജോർജെ, നീ എനിക്കൊരു സഹായം ചെയ്തു തരുമോ? ഏതായാലും നീ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുകയാണല്ലോ, കുറച്ച് എക്സ്ട്രാ താല്പര്യമെടുത്താൽ അവനെ നിനക്ക് ട്രേസ് ബാക്ക് ചെയ്യാൻ കഴിയും. ഇവൻ ആരാണ്, എവിടുത്തുകാരനാണ്, എത്ര കാലമായി ക്രിമിനൽ ലിസ്റ്റിലുണ്ട്, ആദ്യം എന്ന് ജയിലിൽ വന്നു, പാസ്റ്റ് റെക്കോർഡ്സ്, ബയോഗ്രഫി. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാൽ എനിക്ക് വേണ്ടി. എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ തപ്പി പിടിച്ചെടുക്കാം. ചിലപ്പോൾ കുറച്ച് സമയം എടുത്തേക്കും. അത് സാരമില്ല, സമയം എടുത്തോട്ടെ, സമയം എടുത്തോട്ടെ. അവൻ ആദ്യം ഒരു ജയിലിൽ കിടക്കുന്നത് ഒരു 9 വർഷം മുമ്പാ. അന്ന് പുള്ളിക്ക് ഒരു 18 വയസ്സ് വരും. അതിനു മുമ്പ് ചില പെറ്റി കേസുകളിലൊക്കെ പെട്ടിട്ടുള്ളതിന്റെ ഹിസ്റ്ററിയ. പിന്നെ പലപ്പോഴുമാണ്. ഏറ്റവും ഒടുവിൽ വന്നു പോയിട്ട് ഇപ്പൊ 1.5 കൊല്ലമാവും. ഇവിടെ വരുമ്പോ പുള്ളിയുടെ അഡ്രസ് എന്താ? അങ്ങനെ വലിയ അഡ്രസ് ഒന്നുമില്ല. ഒരു ദുർഗുണ പരിഹാര പാഠശാലയിൽ നിന്നാ പുള്ളി ഇവിടെ എത്തുന്നത്. അതെ, അതിന്റെ അഡ്രസ് വേണമെങ്കിൽ ഞാൻ തരാം. അവൻ ഇവിടെ വരുമ്പോ ഞാനിവിടെ ചാർജ് എടുത്തിട്ടില്ല. എന്നാ പോകുമ്പോ ഞാനുണ്ട്. എനിക്ക് ആളെ നന്നായിട്ടറിയാം. ഇവിടെ അവൻ എങ്ങനെയായിരുന്നു? എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ക്രിമിനൽ ടെൻഡൻസിയാ. അത് പിന്നെ രക്തത്തിലുള്ളതല്ലേ, കാണാതിരിക്കുമോ? ഒരു 12 വയസ്സൊക്കെ ആയപ്പോ തന്നെ പുള്ളിയെ ചിലരെ കേസുകൾ പിടിച്ച് അടി കൊടുത്തിട്ടുണ്ട്. അവസാനം പോയപ്പോ ശരിക്കു പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു തലവേദന തീരുകയായിരുന്നു. അവനെ ഇവിടെ ആരും ഉണ്ടെന്നാക്കി? ഞാനിവിടെ ഇല്ലായിരുന്നുകൊണ്ട് എനിക്ക് അതേപ്പറ്റി കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഒരു അനാഥാലയത്തിൽ നിന്നാണ് അവനിവിടെ കൊണ്ടാക്കിയത്. ഏതാണ്ട് 10-11 വയസ്സുള്ളപ്പോ. ഒരു 4-5 വയസ്സുള്ളപ്പോൾ തന്നെ അവനൊരു പ്രോബ്ലം ചെയ്യില്ലായിരുന്നു. അന്ന് ഞാനിവിടെ ഉണ്ട്. 10-11 വയസ്സ് വരെ ഞങ്ങൾ ശരിക്കും നോക്കി. പക്ഷെ ഞങ്ങളുടെ ശ്രമം വിജയിക്കണമെന്ന് കർത്താവ് ഇച്ഛിച്ചില്ല. ആ കുട്ടിയെ ഇവിടെ കൊണ്ടാക്കിയത് അവന്റെ അച്ഛനും അമ്മയും? അവന്റെ അച്ഛനും അമ്മയും എല്ലാം ദൈവമാ. ഒരു ക്രിസ്മസ് കാലത്ത്, വെളുപ്പാൻ കാലത്ത്, ദേ ഈ തിരുരൂപത്തിന് മുമ്പിൽ കിടന്ന് കരയുന്ന ഒരു കുഞ്ഞായിട്ടാ ഞാൻ ആദ്യം അവനെ കാണുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നല്ല മഞ്ഞത്ത് പ്രസവിച്ച് 1-2 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞ്. ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുള്ളത് ഈ തിരുരൂപത്തിന്റെ മുമ്പിൽ നിന്നാ. പാപികളായ അമ്മമാര് കർത്താവിന് ഭാരമേൽപ്പിച്ചു കൊടുക്കുന്ന കുഞ്ഞുങ്ങള്. ഇനിയിപ്പോ അമ്മ പറഞ്ഞതുപോലെ കർത്താവിനോട് തന്നെ തിരക്കണം. അതെ, പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഒരാളോട് കൂടി ഒന്ന് ചോദിക്കാനുണ്ട്. ചോദിക്കുന്നതിന്റെ പ്രിപ്പറേഷനായി എനിക്കൊരു 2 കുപ്പി മാക്ഡോവൽ വാങ്ങിക്കണം. പോടാ, അനാവശ്യം ചോദിക്കുന്നു. പോയി പണി നോക്കടാ, പോടാ. എന്നാലും ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഞാനിനി അച്ഛനോടല്ലാതെ ആരോടാ അത് പറയുക, ആരോടാ ഒന്ന് ചോദിക്കുക? അതുകൊണ്ടാ. പുള്ളിക്ക് എന്നേക്കാൾ ഒരു 2-3 വയസ്സിന്റെ മൂപ്പുണ്ട്. അല്ലായിരുന്നില്ല ഇരട്ട പറ്റാന്ന് വിചാരിക്കായിരുന്നു. ഇതിപ്പോ അവൻ ജനിക്കുമ്പോ അച്ഛന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അനാവശ്യം പറയുന്നോടാ. അല്ലേ പിന്നെ നീ പാവ അമ്മയോട് ചോദിക്കേണ്ടി വരും. വേണ്ട വേണ്ട, പട്ടിണി തീട്ടം ചവിട്ടിയ മാതിരി ഇനി എല്ലായിടും മാറ്റിക്കണ്ട. എന്നാ വേണ്ട. ആ വേണ്ട. രക്തബന്ധമുണ്ടെന്നൊരു ഉറപ്പ് കിട്ടിയിരുന്നേൽ ആ വിവരം പുള്ളിയൊന്ന് അറിയിക്കായിരുന്നു. അണ്ണാ ചതിക്കരുത്, രക്ഷപ്പെട്ടോട്ടെ എന്നങ്ങ് റിക്വസ്റ്റ് ചെയ്യായിരുന്നു. അല്ലെ കൂടെ അങ്ങ് എടുത്തു എന്ന് പറയായിരുന്നു. ഇതിലും സേഫ് അതാ. അതൊന്നും വേണ്ട. അല്ല, ഇത്രയൊക്കെ ആയിട്ട് ഞാൻ ചോദിച്ചതിന് അച്ഛനും സ്ട്രെയിറ്റ് റിപ്ലൈ പറഞ്ഞില്ല. എന്ത്? അച്ഛന്റെ മോന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായിട്ട് അച്ഛനത് എടുക്കണം. മനുഷ്യന്റെ നിലനിൽപ്പ് അവന്റെ നിശ്ചയത്തിലോ പിടിപാടിലോ അല്ല നിൽക്കുന്നത്. അല്ല, മനുഷ്യരാശി കോടാനുകോടി വർഷങ്ങളായി ജനനങ്ങളിലൂടെയും മരണങ്ങളിലൂടെയും കടന്നു പോകുന്നതിനിടയ്ക്ക് ഇക്കണ്ട ഗോളങ്ങളിലൊക്കെ എന്തെല്ലാം സംഭവങ്ങൾ. ഓ കുഴഞ്ഞു. ഇങ്ങോട്ട്